സുത സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 27-ാമത് വചനം. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, നിന്റെ കാലിന് ദോഷം വിട്ടകലുമാറാക്കുക എന്ന വാക്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകൾ, നാം തിരഞ്ഞെടുക്കുന്ന വഴികൾ ഏറ്റവും സത്യസന്ധമായ, നേരുള്ള, പരമാർത്ഥത നിറഞ്ഞ ഒരു വഴി മാത്രമേ നാം തിരഞ്ഞെടുക്കാവൂ എന്നാണ്. അങ്ങനെ നീതിയുടെ വഴി, സത്യത്തിൻ്റെ വഴി, പരമാർത്ഥതയുടെ വഴി നാം തിരഞ്ഞെടുത്താൽ ചിലപ്പോൾ നിന്ദകൾ, പഴികൾ, പരിഹാസങ്ങൾ, അപമാനങ്ങൾ, ഉപദ്രവങ്ങൾ, പീഡകൾ, കുലകൾ പോലും ചിലപ്പോൾ സംഭവിക്കപ്പെട്ടു എന്നു വരാം. എന്നാൽ നാം തിരഞ്ഞെടുത്തത് സത്യത്തിൻ്റെ വഴിയാകുന്നു എങ്കിൽ ദൈവത്തിങ്കൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് നാമും നമ്മുടെ തലമുറകളും ഭാഗ്യമുള്ളവരായി തീരുമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുക തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ അവിടെ കായീനും ഹാബേലുമുണ്ട്. കായീൻ തനിക്കിഷ്ടമുള്ളതായ ഒരു വഴിയാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ഹാബേലിനെ സംബന്ധിച്ച് ഹാബേൽ തിരഞ്ഞെടുത്ത വഴി സത്യത്തിൻ്റെ വഴിയായിരുന്നു, നീതിയുടെ വഴിയായിരുന്നു, പരമാർത്ഥതയുടെ വഴിയായിരുന്നു. ആ വഴി തിരഞ്ഞെടുത്തതുകൊണ്ട് തനിക്ക് അധിക കാലം മുൻപോട്ട് കടന്നു പോകുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇനി ലോകമുള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ സ്നേഹം പിടിച്ചുപറ്റിയ, നീതിയുടെ വഴിത്താരരുടെ യാത്ര ചെയ്ത അനുഗ്രഹീതനായൊരു മനുഷ്യനായി ഹാബേൽ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം ഓർക്കണം. നേരുള്ള പാത തിരഞ്ഞെടുത്തതുകൊണ്ട് ഇന്നും ഹാബേൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം അർഹിക്കപ്പെട്ടിരിക്കുന്നു എന്നത് നാം മറന്നു കളയുവാൻ പാടുള്ള കാര്യമല്ല. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് വന്നു നോക്കണം. ആളുകൾ എല്ലാവരും ഇച്ഛയ്ക്കും ഇഷ്ടത്തിനും അനുസരിച്ച് പ്രവചിക്കുകയും ദൂത് പറയുകയും ഒക്കെ ചെയ്ത് രാജാക്കന്മാരുടെയും അധികാരസ്ഥന്മാരുടെയും ഒക്കെ അംഗീകാരം കൈപ്പറ്റി കിട്ടാവുന്ന നന്മകളൊക്കെ പ്രാപിച്ചെടുത്തുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് കൃത്യമായി യിരെമ്യാവ് പ്രവചനത്തിനായിട്ട് കടന്നു വന്നത്. യിരെമ്യാവിൻ്റെ പ്രവചനത്തെ സംബന്ധിച്ച് അത് പഷ്കൂരിന് അത്ര താല്പര്യമായി വന്നില്ല. പക്ഷേ നീതിക്ക് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുന്ന, സത്യത്തിൻ്റെ വഴി മാത്രം തിരഞ്ഞെടുത്തിട്ടുള്ള, ദൈവത്തിൻ്റെ തിരിഹിതത്തിന് മാത്രം പ്രാധാന്യത കൊടുക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ആ ഭക്തൻ പറയുന്നത്, എനിക്ക് അനീതിയുടെ കൂലി ആവശ്യമില്ല, നീതിക്ക് വേണ്ടി മാത്രം പോരാടുവാൻ, നീതിയുള്ള, നേരുള്ള വഴികളിലെ യാത്ര ചെയ്യുവാൻ വേണ്ടി മാത്രം ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുക കൊണ്ട് തൻ്റെ ചെകിട്ടിൽ പഷ്കൂര് അടിക്കുവാനിടയായി തീർന്നുവെന്ന് 22-ാം വാക്യം വായിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകനെ അവൻ അടിക്കുവാൻ ഇടയായി. ആ അടി കൊള്ളുമ്പോഴും യിരെമ്യാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരിനു വേണ്ടി സംസാരിക്കുന്നതായ വാക്കുകൾ ഉരുവായി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒറ്റപ്പെട്ടുപോയ, നൊമ്പരപ്പെട്ടുപോയ, സങ്കടത്തോടെ നിൽക്കുന്ന യിരെമ്യാവിൻ്റെ അരികിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നതായ വാക്കുകൾ 20-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലുണ്ട്. അവിടെ പറയുന്നത്, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ് വെക്കുന്ന വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നേരോടെ നടക്കുന്നവർക്കൊരു നന്മയും മുടക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനമുണ്ട്. നാം നേരോടെ നടക്കുന്നെങ്കിൽ നാം മറ്റുള്ള മുമ്പിൽ പ്രകീർത്തിക്കപ്പെടും. നേരോടെ നടക്കുന്നെങ്കിൽ ദൈവം ഒരു മഹാവീരനെ പോലെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ സഹായിപ്പാനിടയായിത്തീരും
എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര കാലം നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നോ അത്രയും കാലവും നേരിൻ്റെ പാതകളെ തിരഞ്ഞെടുത്ത് സത്യത്തിൻ്റെ വഴികളെ തിരഞ്ഞെടുത്ത് നമുക്ക് മുന്നോട്ട് പോകുന്നവരാകാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ഷണികത തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അനീതിയുടെ പാതയിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ നശിച്ചു പോകുന്നവരായിട്ടല്ല, ഞങ്ങൾ നേരുള്ള പാതയെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൻ്റെ കരുണ പൊരിയണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.